എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 +2 പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇനിയുള്ള പരീക്ഷ +2 വിദ്യാർത്ഥികൾക്ക് മാർച്ച് 17-ാം തീയതിയാണ്. അതായത് മാർച്ച് 17-ാം തീയതി എന്ന് പറയുമ്പോൾ തിങ്കളാഴ്ചയാണ്. അതായത് ഇനി വരുന്ന തിങ്കളാഴ്ചയാണ്. അന്ന് മാത്തമാറ്റിക്സ്, അതുപോലെ പാർട്ട് 3 ലാംഗ്വേജസ്, അതുപോലെ സംസ്കൃത ശാസ്ത്ര, അതുപോലെ തന്നെ സൈക്കോളജി എന്നിവയാണ്. അതുപോലെ തന്നെ +1 വിദ്യാർത്ഥികൾക്ക് ആണെങ്കിൽ ഇനിയുള്ള പരീക്ഷ എന്ന് പറയുന്നത് 15-ാം തീയതിയാണ്. ഇന്ന് പരീക്ഷയുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ ശേഷം ഇനി ശനിയാഴ്ചയാണ് പരീക്ഷ. അതായത് 15-ാം തീയതിയാണ് പരീക്ഷയുള്ളത്. അന്ന് കെമിസ്ട്രി, ഹിസ്റ്ററി, ഇസ്ലാമിക് ഹിസ്റ്ററി ആൻഡ് കൾച്ചർ, ബിസിനസ് സ്റ്റഡീസ്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്നിവയാണ് അന്നത്തെ പരീക്ഷയായിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും ചോദിക്കുന്ന കാര്യമാണ്, വിദ്യാർത്ഥികൾക്ക് ഒരു പരീക്ഷയിൽ ജയിക്കാനായിട്ട് എത്ര മാർക്ക് വേണം? അതുപോലെ തന്നെ നിങ്ങൾക്ക് ജയിക്കാനായിട്ട് മാർക്ക് ലഭിച്ചിട്ടില്ല, അതായത് ഒരു സബ്ജക്റ്റിന് +1-ൻ്റെയും +2-ൻ്റെയും TE മാർക്ക് കൂട്ടുന്ന സമയത്ത് ഒരു നിശ്ചിത മാർക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ആ ഒരു നിശ്ചിത മാർക്ക്, അതായത് മിനിമം മാർക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ആ ഒരു മിനിമം മാർക്ക് കിട്ടാത്ത വിദ്യാർത്ഥികൾ ആ ഒരു സബ്ജക്റ്റ് ഫെയിൽഡ് ആയതായിട്ടാണ് കണക്കാക്കുക. ആ ഒരു സബ്ജക്റ്റിന് നിങ്ങൾക്ക് D+ ഗ്രേഡ് കിട്ടിക്കഴിഞ്ഞാൽ കൂടിയും അതിന് ഈ ഒരു മിനിമം മാർക്ക് വാങ്ങിക്കേണ്ട ആ ഒരു മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റ് ഫെയിൽഡ് ആവും. അതേസമയം നിങ്ങൾക്ക് ഗ്രേസ് മാർക്കിന് അർഹതയുണ്ട്, നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് ഉണ്ട് എങ്കിൽ വിദ്യാർത്ഥികൾ ആ ഒരു ഗ്രേസ് മാർക്കിൻ്റെ ആനുകൂല്യം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ജയിക്കാനായിട്ട് സാധിക്കും. അതായത് പാസ്സാവുന്നതിൻ്റെ TE മാർക്കിനോടൊപ്പം നിങ്ങൾക്ക് ഉള്ള ഗ്രേസ് മാർക്ക് ഇതിനോടൊപ്പം കൂട്ടിയിട്ട് നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കും. ഗ്രേസ് മാർക്ക് നൽകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് എത്ര മാർക്കാണോ ഗ്രേസ് മാർക്ക് ഉള്ളത് ആ ഒരു മാർക്കിന് ഏതൊക്കെ സബ്ജക്റ്റാണോ നിങ്ങൾക്ക് ഫെയിൽഡ് ആവാനുള്ള സാധ്യത കൂടുതൽ, ആ ഒരു ഫെയിൽഡ് ആവാൻ, അത് തോൽക്കാൻ സാധ്യതയുള്ള ആ ഒരു സബ്ജക്റ്റിൻ്റെ മാർക്കിനോടൊപ്പം ആഡ് ചെയ്ത് നൽകുകയാണ് ചെയ്യുക. അത് +2-ൻ്റെ മാർക്കിനോടൊപ്പമാണ് ഈ ഒരു മാർക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ജയിക്കാനായിട്ട് വേണ്ട മാർക്ക് എന്ന് പറയുന്നത്, നിങ്ങൾ എഴുതുന്ന പരീക്ഷ 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ടോട്ടലായിട്ട് +1-ൻ്റെയും +2-ൻ്റെയും ടോട്ടൽ TE മാർക്ക് കൂട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് 48 മാർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ 60 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിൽ 2 വർഷത്തെ TE മാർക്ക് കൂട്ടിയിട്ട് 36 മാർക്ക് നേടിയിട്ടുണ്ടായിരിക്കണം. ഇത് നിങ്ങൾ ഒരു വർഷം ഇത്ര മാർക്ക് നേടണം എന്നുള്ള നിബന്ധനയൊന്നുമില്ല. ഇനി ഒരു വിദ്യാർത്ഥി ചോദിച്ചൊരു സംശയമായിരുന്നു, കെമിസ്ട്രി പരീക്ഷയ്ക്ക് ആ ഒരു വിദ്യാർത്ഥിക്ക് ലഭിച്ച മാർക്ക്, അതായത് +1-ന് ലഭിച്ച മാർക്ക് എന്ന് പറയുന്നത് 21 മാർക്കാണ്. എന്നാൽ ആ ഒരു വിദ്യാർത്ഥിയുടെ +2-ന് കെമിസ്ട്രി പരീക്ഷയ്ക്ക് ലഭിക്കാൻ സാധ്യതയുള്ള മാർക്ക് എന്ന് പറയുന്നത് 12 മാർക്കാണ്. അപ്പോൾ ഈ ഒരു 12 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു വിദ്യാർത്ഥി +2-വിൽ കെമിസ്ട്രി സബ്ജക്റ്റ് ടോട്ടലായിട്ട് ഓവറോളായിട്ട് പാസ്സാകുമോ, ജയിക്കുമോ എന്നുള്ളതാണ് ആ ഒരു വിദ്യാർത്ഥിയുടെ സംശയം. അപ്പോൾ ജസ്റ്റ് ആ ഒരു കാര്യം പറയാം. ഇത് കൂട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുക 33 മാർക്കാണ് കിട്ടുക. 33 മാർക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾക്കറിയാം 60 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ ജയിക്കാനായിട്ട് മിനിമം 36 മാർക്ക് ഉണ്ടായിരിക്കണം. എന്നാൽ ഇവിടെ 33 മാർക്ക് കുറവാണ്. അത് 33 മാർക്ക് ഉണ്ട്, എന്നാൽ ഇതിൽ 3 മാർക്കിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഈ ഒരു മാർക്ക് നിങ്ങൾക്ക് ഈ ഒരു വാല്യുവേഷൻ ചെയ്യുന്ന സമയത്ത് ടീച്ചേഴ്സ് നൽകുമോ എന്നുള്ളത് പല വിദ്യാർത്ഥികൾക്കുമുള്ള സംശയമായിരിക്കും. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ പേപ്പർ വാല്യുവേഷൻ ചെയ്യുന്ന ടീച്ചേഴ്സ് നിങ്ങളുടെ പേപ്പറിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് ആൻസേഴ്സിന് മാർക്ക് തരാൻ പറ്റുമെങ്കിൽ അത്രത്തോളം മാക്സിമം മാർക്ക് തരാനായിട്ടാണ് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ 3 മാർക്കിൻ്റെ കുറവ് വരുന്ന സാഹചര്യത്തിൽ ആ ഒരു 3 മാർക്ക് ഗ്രേസ് മാർക്കിൽ നിന്നും ആഡ് ചെയ്ത് നിങ്ങൾക്ക് ജയിക്കാനുള്ള അവസരം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രേസ് മാർക്ക് ഉള്ള വിദ്യാർത്ഥികൾ ജയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ കൂടി നിങ്ങൾക്ക് മതിയായ TE മാർക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ് ഫെയിൽഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് അതായത് ഒരു വിദ്യാർത്ഥിക്ക് ഇപ്പോൾ 10 മാർക്ക് ഗ്രേസ് മാർക്ക് ഉണ്ട്, എന്നാൽ പല സബ്ജക്റ്റുകൾക്കായിട്ട് അത് വിഭജിച്ച് നൽകുന്ന സമയത്ത് ഏതൊക്കെ സബ്ജക്റ്റുകളാണോ ഫെയിൽഡ് ആവാനുള്ള സാധ്യത അതനുസരിച്ചിട്ടായിരിക്കും ഗ്രേസ് മാർക്കിനെ വിഭജിച്ച് കൊടുക്കുക. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഒരു വർഷം ജയിക്കാൻ വേണ്ട മിനിമം മാർക്കിൻ്റെ, അതായത് ഒരു വർഷം 18 മാർക്ക് സബ്ജക്റ്റ് ജയിക്കാനായിട്ട്, അതായത് 2 വർഷം കൂട്ടി 36ആണ്. എന്നാൽ +2 പരീക്ഷ എഴുതിയ ഒരു വിദ്യാർത്ഥിക്ക് 10 മാർക്ക് മാത്രമേ എഴുത്തു പരീക്ഷയിൽ കിട്ടുന്നുള്ളൂ. എന്നാൽ ഈ ഒരു ഗ്രേസ് മാർക്കിനത്തിൽ ആ ഒരു വിദ്യാർത്ഥിയുടെ ആ ഒരു ഗ്രേസ് മാർക്ക് വിവിധ സബ്ജക്റ്റുകൾക്കായിട്ട് വിഭജിച്ച സമയത്ത് ആ ഒരു വിദ്യാർത്ഥിക്ക് 3 മാർക്ക് മാത്രമേ ഗ്രേസ് മാർക്കിനത്തിൽ കിട്ടുന്നുള്ളൂ എങ്കിൽ 10 3 13 മാർക്ക് നോക്കുന്ന സമയത്ത് ആ ഒരു വിദ്യാർത്ഥിയുടെ ആ ഒരു +1-ൻ്റേത് ടോട്ടൽ നോക്കുന്ന സമയത്ത് +1-ൻ്റെ ആ ഒരു TE മാർക്കും +2-ൻ്റെ ആ ഒരു TE മാർക്കും അതുപോലെ ഈ ഒരു ഗ്രേസ് മാർക്കും കൂട്ടുന്ന സമയത്ത് ആ ഒരു വിദ്യാർത്ഥിക്ക് ജയിക്കാനുള്ള മാർക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് നോക്കും. അങ്ങനെ കിട്ടിയിട്ടില്ലെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി സബ്ജക്റ്റ് ഫെയിൽഡ് ആവും. അതേസമയം ആ ഒരു വിദ്യാർത്ഥിക്ക് ഈ ഒരു 36 മാർക്ക് +1 +2 TE മാർക്കും അതുപോലെ തന്നെ ഗ്രേസ് മാർക്കും കൂട്ടുന്ന സമയത്ത് ജയിക്കാനുള്ള മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി ജയിക്കുന്നതും ആയിരിക്കും. ഇനി വിദ്യാർത്ഥികൾ ചോദിച്ച ആ ഒരു മറ്റൊരു പ്രധാനപ്പെട്ട സംശയമായിരുന്നു, ഈ ഒരു 21 അതുപോലെ തന്നെ 12 മാർക്കും കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു വിദ്യാർത്ഥിയെ ജയിപ്പിക്കുമോ, ഗ്രേസ് മാർക്കൊന്നും ഇല്ലെങ്കിൽ ജയിപ്പിക്കുമോ എന്നുള്ളത്. അപ്പോൾ ജയിപ്പിക്കാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. കാരണം +2-ൻ്റെ കെമിസ്ട്രി പരീക്ഷയിൽ ഡബിൾ വാല്യുവേഷനാണ്. അപ്പോൾ ഡബിൾ വാല്യുവേഷൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ പേപ്പർ ഒന്നിലധികം ടീച്ചേഴ്സാണ് ചെക്ക് ചെയ്യുക. അതായത് ആദ്യം ഒരു ടീച്ചർ ചെക്ക് ചെയ്യും, അതിനുശേഷം മറ്റൊരു ടീച്ചർ വീണ്ടും നിങ്ങളുടെ ആ ഒരു ആൻസർ പേപ്പർ ചെക്ക് ചെയ്യും. അതിനുശേഷം ഈ ഒരു 2 ടീച്ചേഴ്സ് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ മാർക്ക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ ആ ഒരു എൻ്റർ ചെയ്ത മാർക്കിൽ നിന്നും
2 ടീച്ചേഴ്സ് വാല്യുവേഷൻ ചെയ്ത മാർക്കുകൾ നോക്കും. അപ്പോൾ അത് 10% എന്തെങ്കിലും വ്യത്യാസം വരികയാണെങ്കിൽ അത് മൂന്നാമതായിട്ട് മറ്റൊരു ടീച്ചർ കൂടി വാല്യുവേഷൻ ചെയ്യും. അങ്ങനെ ഫൈനലായിട്ട് ആ ഒരു ടീച്ചർ വാല്യുവേഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നുവോ അതാണ് നിങ്ങളുടെ മാർക്കായിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പരമാവധി മാർക്ക് തരാനാണ് ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് റിസൾട്ട് വന്ന ശേഷം ഈ ഒരു രീതിയിൽ 21-12 മാർക്കൊക്കെയാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ വിദ്യാർത്ഥികൾ റിസൾട്ട് വന്ന ശേഷം തൊട്ടടുത്ത ദിവസം മുതൽ വിദ്യാർത്ഥികൾക്ക് +2വിൻ്റെ സേ പരീക്ഷയ്ക്കുള്ള അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ സേ പരീക്ഷയ്ക്കുള്ള അപേക്ഷ സമർപ്പിച്ച് എക്സാമിനേഷൻ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു +2വിൻ്റെ കെമിസ്ട്രി പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് +1ൻ്റെ കെമിസ്ട്രി പരീക്ഷ എഴുതാൻ പറ്റുമോ എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംശയമാണ്. അപ്പോൾ ഈ വർഷത്തെ +1ൻ്റെ കെമിസ്ട്രി പരീക്ഷ ഇനി 15-ാം തീയതിയോടെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു പരീക്ഷ എഴുതാനായിട്ട് സാധിക്കുക, നിങ്ങൾ ഒന്നുകിൽ +1ൻ്റെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് ഈ ഒരു കെമിസ്ട്രി പേപ്പർ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു +1ൻ്റെ കെമിസ്ട്രി പരീക്ഷ എഴുതാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ +2വിൻ്റെ കമ്പാർട്ട്മെൻ്റൽ വിഭാഗം, അതായത് +2 തോറ്റ ശേഷം വീണ്ടും ജയിക്കാനായിട്ടിരിക്കുന്ന വിദ്യാർത്ഥികളുണ്ടാവും. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ +2വിൻ്റെ കെമിസ്ട്രി പരീക്ഷയ്ക്ക് കമ്പാർട്ട്മെൻ്റൽ വിഭാഗത്തിൽ രജിസ്ട്രേഷൻ ചെയ്തവർ ആണെങ്കിൽ അവരുടെ +1 കെമിസ്ട്രി പരീക്ഷയ്ക്ക് കൂടി ഓട്ടോമാറ്റിക്കലി രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു +1ൻ്റെ ഈ ഒരു കെമിസ്ട്രി പരീക്ഷ എഴുതാൻ സാധിക്കുന്നതാണ്. എന്നാൽ നിങ്ങൾ റെഗുലർ വിഭാഗത്തിൽ +2 കെമിസ്ട്രി പരീക്ഷ രജിസ്ട്രേഷൻ ചെയ്ത +2 പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികളിൽ +1 ഇംപ്രൂവ്മെൻറ്റിൻ്റെ കെമിസ്ട്രി സബ്ജക്റ്റ് രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക്, അതായത് റെഗുലർ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാനുള്ള ഒരു അവസരം ഉണ്ടാവില്ല. ഒന്നുകിൽ നിങ്ങൾ +1ൻ്റെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് ഈ ഒരു കെമിസ്ട്രി സബ്ജക്റ്റ് രജിസ്ട്രേഷൻ ചെയ്യണം, അതല്ലെങ്കിൽ നിങ്ങൾ കമ്പാർട്ട്മെൻ്റൽ വിഭാഗത്തിൽ +2 പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് +1ൻ്റെ ഈ ഒരു കെമിസ്ട്രി പരീക്ഷ എഴുതാനായിട്ട് സാധിക്കുക. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയമാണ്, ഒരു വിദ്യാർത്ഥി +2വിൻ്റെ ഏതെങ്കിലും സബ്ജക്റ്റിൽ തോൽക്കുകയാണെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി ഏത് പരീക്ഷ എഴുതണം, സേ ആണോ ഇംപ്രൂവ്മെൻ്റ് ആണോ? അതുപോലെ ജയിച്ച ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് സേ പരീക്ഷ ജയിച്ച സബ്ജക്റ്റിന് എഴുതാൻ സാധിക്കുമോ എന്നുള്ളത്. നിലവിലെ നോട്ടിഫിക്കേഷൻസ് പ്രകാരം വിദ്യാർത്ഥികൾ +2വിൻ്റെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ഫെയിൽഡ് ആവുകയാണ് എങ്കിൽ വിദ്യാർത്ഥികൾ എഴുതേണ്ട പരീക്ഷയാണ് +2വിൻ്റെ സേ പരീക്ഷ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് മിനിമം മാർക്കായിട്ടുള്ള 80-ൽ ഈ ഒരു 48 മാർക്കും അതുപോലെ ഇതിനോടൊപ്പം ഗ്രേസ് മാർക്കൊക്കെ കൂട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് 48 കിട്ടിയാൽ മതിയാകും. അതുപോലെ തന്നെ ഗ്രേസ് മാർക്കും അതുപോലെ എഴുത്ത് പരീക്ഷയുടെ മാർക്കും കൂട്ടുന്ന സമയത്ത് 80-ൽ 48 കിട്ടിയിട്ടുണ്ടായിരിക്കണം. അതുപോലെ ഗ്രേസ് മാർക്ക് ഇല്ലാത്തവർ 48 മാർക്കാണ് എഴുത്ത് പരീക്ഷയിൽ വാങ്ങിക്കേണ്ടത്. അതുപോലെ 60 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ നിങ്ങൾ 36 മാർക്ക്, ഗ്രേസ് മാർക്ക് ഉണ്ടായാലും ഇല്ലെങ്കിലും 36 മാർക്ക് 2 വർഷം കൂട്ടി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇനി ഈ ഒരു ഗ്രേസ് മാർക്കും ഇല്ലാത്ത വിദ്യാർത്ഥികളും ഈ ഒരു 36 മാർക്ക് തന്നെ നേടിയിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഇങ്ങനെ ഈ ഒരു മാർക്ക് +2വിൻ്റെയും +1ൻ്റെയും മാർക്ക് കൂട്ടുന്ന സമയത്ത് ഇല്ലാത്ത വിദ്യാർത്ഥികൾ ആണെങ്കിൽ വിദ്യാർത്ഥികൾ എഴുതേണ്ട പരീക്ഷയാണ് സേ പരീക്ഷ എന്ന് പറയുന്നത്. അതേസമയം +2വിൻ്റെ സബ്ജക്റ്റ് ജയിച്ച വിദ്യാർത്ഥികൾ ആണ്, എല്ലാ സബ്ജക്റ്റും ജയിച്ചിട്ടുണ്ട്, എന്നാൽ ഒരു സബ്ജക്റ്റിന് മാർക്ക് കുറവാണ്. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് +2വിൻ്റെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്കാണ്. ഈ ഒരു പരീക്ഷയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഫീസിൻ്റെ ആ ഒരു കാര്യത്തിലുള്ള വ്യത്യാസമാണ്. അതുപോലെ തന്നെ നമ്പർ ഓഫ് ചാൻസ് എന്നുള്ളതിൻ്റെ ഒരു മാറ്റം കൂടിയാണ് ഉള്ളത്. സേ പരീക്ഷ എഴുതുകയാണെങ്കിൽ നിങ്ങൾ എത്ര പ്രാവശ്യം സേ പരീക്ഷ എന്നോ അതനുസരിച്ച് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ നമ്പർ ഓഫ് ചാൻസ് 1ന് പകരം 2, 3 ഈ രീതിയിൽ കൂടിക്കൊണ്ടിരിക്കും. എത്ര പ്രാവശ്യം നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്ത് എഴുതുന്നുവോ അതനുസരിച്ച് കൂടും. അതുപോലെ തന്നെ ഇംപ്രൂവ്മെൻ്റ് ആണെങ്കിൽ നമ്പർ ഓഫ് ചാൻസ് 1 തന്നെയായിരിക്കും, അത് മാറുന്നതല്ല. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സേ പരീക്ഷ എല്ലാ ഫെയിൽഡ് ആയ സബ്ജക്റ്റുകൾക്കും രജിസ്ട്രേഷൻ ചെയ്യാം. അതുപോലെ തന്നെ ഇംപ്രൂവ്മെൻ്റ് ആണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഒരു സബ്ജക്റ്റാണ് നിലവിൽ ജയിച്ച സബ്ജക്റ്റ് മാത്രമാണ്, അതായത് ഇംപ്രൂവ്മെൻറ്റ് എഴുതാൻ പറ്റുക. അതുപോലെ തന്നെ ഒരു സബ്ജക്റ്റ് മാത്രമാണ് നിലവിൽ ഇംപ്രൂവ്മെൻറ്റ് എഴുതാൻ പറ്റുക. ഇംപ്രൂവ്മെൻറ്റിന് 500 രൂപയാണ് ഒരു സബ്ജക്റ്റിൻ്റെ ഫീസ്. സേ ആണെങ്കിൽ 150 രൂപ പെർ സബ്ജക്റ്റും. പ്രാക്ടിക്കൽ എഴുതാത്ത വിദ്യാർത്ഥികൾ അതിനോടൊപ്പം 25 രൂപ ഓരോ പ്രാക്ടിക്കലും എക്സ്ട്രാ ആയിട്ട് അടക്കേണ്ടതായിട്ടും വരുന്നതാണ്. അതുകൂടാതെ തന്നെ ഈ ഒരു സേ പരീക്ഷ എന്ന് പറയുന്നത് എത്ര സബ്ജക്റ്റ് തോറ്റിട്ടുണ്ടോ അത്രയും സബ്ജക്റ്റ് എഴുതാൻ സാധിക്കും. ഇംപ്രൂവ്മെൻ്റ് ആണെങ്കിൽ ഒരു സബ്ജക്റ്റ് മാത്രമേ ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ നിലവിലെ നോട്ടിഫിക്കേഷൻ പ്രകാരമാണ്. നോട്ടിഫിക്കേഷൻസിൽ എന്തെങ്കിലും ഇനി മാറ്റം വരുന്ന സമയത്ത് ചിലപ്പോൾ 2 സബ്ജക്റ്റ് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള അവസരമൊക്കെ ചിലപ്പോൾ ലഭിക്കും. നിലവിൽ പ്രത്യേകിച്ച് ഒരു സബ്ജക്റ്റ് മാത്രമേ ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള സൗകര്യമുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ അടുത്ത പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിച്ച് കൂടുതൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.